വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്, ഒന്ന് എയും ഒന്ന് ബിയും. ഇതിനൊന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേൽ എ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? ഇവിടെ ഒരു ആകാശഗോളത്തിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത് അല്ലേ. തിരിച്ചറിക്കാട് ഗ്രഹത്തിൻ്റെ പേര് ബുധൻ. സൂര്യനിൽ നിന്നുള്ള അകലം, സൂര്യനിൽ നിന്ന് ഒന്നാമത്തെ ഗ്രഹം, ഗ്രഹത്തിൻ്റെ സ്ഥാനം സൂര്യനും ശുക്രനും ഇടയ്ക്ക്, പ്രത്യേകത ഏറ്റവും ചെറിയ ഗ്രഹം. ഇതിൽ സൗരയൂഥത്തിൻ്റെ ചിത്രം നിരീക്ഷിച്ച് ബുധൻ ഒഴികെ മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ തിരിച്ചറിക്കാട് മാതൃക നോക്കി തയ്യാറാക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഏതിൻ്റെ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഇതിലെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ വച്ചിട്ട് ഉണ്ടാക്കാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗ്രഹം എടുക്കാം, എന്നിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാം? നിങ്ങൾ കാണുന്നതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഗ്രഹത്തിൻ്റെ പേര് ബുധനൊഴികെ മറ്റേതെങ്കിലും എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രഹം എടുക്കുക. ഇതുപോലെ ഭൂമി എടുക്കുക അല്ലേ, ഭൂമി എടുക്കാം. സൂര്യനിൽ നിന്ന് എത്രാമതാണ്? സൂര്യനിൽ നിന്ന് ഒന്നാമത്തേതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രാമത്തെയാണ്? 3ാമത്തെയാണ്. പിന്നെ ഗ്രഹത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സൂര്യനും ചൊവ്വയ്ക്കും ഇടയിലാണ് അല്ലേ. സൂര്യനും അല്ലെങ്കിൽ ശുക്രനും ചൊവ്വയ്ക്കും ഇടയിലാണെന്ന് എഴുതാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ എഴുതാം അല്ലേ. പ്രത്യേകത എന്താണ്? ഭൂമിയുടെ പ്രത്യേകത എന്താണ്? ജീവനുള്ള ഇതുള്ള സ്ഥലമാണല്ലേ. അപ്പോൾ ജീവിക്കാൻ പറ്റിയ സാഹചര്യങ്ങളുള്ള സ്ഥലമാണ് എന്ന് പറയുന്നത് ഭൂമി എന്ന് പറയുന്നത്, ഗ്രഹമാണ് എന്ന് പറയുന്നത് ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്രത്യേകതയായിട്ട് എഴുതാം. ഏറ്റവും അധികം നിങ്ങൾക്ക് എളുപ്പം എഴുതാൻ പറ്റുന്നത് ഭൂമിയാണ് അല്ലേ. അപ്പോൾ ഗ്രഹത്തിൻ്റെ പേര് ഭൂമി എന്ന് എഴുതുക. സൂര്യനിൽ നിന്നുള്ള അകലം, സൂര്യനിൽ നിന്ന് എത്രാമതായിട്ടാണ് കാണപ്പെടുന്നതെന്ന് എഴുതുക. ഗ്രഹത്തിൻ്റെ സ്ഥാനം ആർക്കൊക്കെ ഇടയിലാണെന്നുള്ളത് എഴുതുക. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ പ്രത്യേകത എന്ന് എഴുതി ഇത്തരം ഒരു തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. നിങ്ങൾക്ക് ബുധൻ തന്നിട്ടുണ്ട്, ബുധൻ എഴുതാൻ പറ്റില്ല. ഇനി ശുക്രന്, ഭൂമി, ചന്ദ്രൻ, ചൊവ്വ, ഏത് വേണമെങ്കിലും ശനി, വ്യാഴം, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഏറ്റവും എളുപ്പം എഴുതാൻ ഭൂമിയാണ്, അതുകൊണ്ടാണ് ഭൂമി എന്ന് ഞാൻ പറഞ്ഞത്. ഇനി ബി ക്വസ്റ്റ്യൻ, ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഉപഗ്രഹങ്ങൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഉപഗ്രഹങ്ങൾ. അല്ലെങ്കിൽ ഒന്നാമത്തെ ബി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നോക്കാം. ഏതല്ലെങ്കിൽ ചെയ്യേണ്ടത്? ഭൂമി നീല നിറത്തിലാണ്, അത് എത്ര അത്ഭുതമാണ്, അത് അതിശയിപ്പിക്കുന്നതാണ്. യൂറി ഗഗാറിൻ. അപ്പോൾ ഭൂമിയുടെ സവിശേഷതയെക്കുറിച്ച് യൂറി ഗഗാറിൻ പറഞ്ഞ വാക്കുകളാണിവ. നീലഗ്രഹം എന്നതുപോലെ ഭൂമിക്ക് മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഉള്ളത് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഭൂമിയുടെ വേറെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ നമുക്ക് എഴുതാം? ഒന്ന് ജിയോയിഡ്. പിന്നെന്താ നമ്മൾ പറഞ്ഞിരുന്നു? എന്താണ്? നീല നിറത്തിലുള്ള ഗ്രഹം. പിന്നെന്താണ്? നമ്മുടെ വാട്ടർ അല്ലേ, ജലസാന്നിധ്യം ഉണ്ട് അല്ലേ. ജലസാന്നിധ്യം, വെള്ളമുണ്ട്. അപ്പം ഈ കാര്യമൊക്കെ നമുക്ക് അവിടെ എഴുതാം, നേരത്തെ തിരിച്ചറിയൽ കാർഡിൽ എഴുതാം അല്ലേ. ജലസാന്നിധ്യമുണ്ട്. പിന്നെ അറ്റ്മോസ്ഫിയർ ഉണ്ട്, അന്തരീക്ഷമുണ്ട്. നമ്മുടെ പുതപ്പ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. അന്തരീക്ഷമുണ്ട്. അന്തരീക്ഷം അല്ലെങ്കിൽ വായുവിൻ്റെ പുതപ്പ്, ബ്ലാങ്കറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. വായുവിൻ്റെ പുതപ്പ്. അടുത്തത് പിന്നെന്താണ്? ജീവനുള്ള ഗ്രഹം. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഭൂമിയുടെ സവിശേഷത എഴുതുമ്പോൾ നമുക്ക് അതിനകത്ത് എഴുതാം. ജീവനുള്ള ഗ്രഹമാണ്. പിന്നെന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, അന്തരീക്ഷത്തിൽ വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവയുണ്ട്. അതിപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ജിയോയിഡ്, നീലനിറത്തിലുള്ള ഗ്രഹം, ജലസാന്നിധ്യമുണ്ട്, അന്തരീക്ഷം അല്ലെങ്കിൽ വായുവിൻ്റെ പുതപ്പ്, ജീവനുള്ള ഗ്രഹമാണ്. അതുപോലെ വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശമൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. ഇതിലേതെങ്കിലും 4 നിങ്ങൾ എഴുതിയാൽ മതി. ബി ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഭ്രമണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു, ഋതുക്കൾ അനുഭവപ്പെടുന്നു, രാത്രിയും പകലും ഉണ്ടാകുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു. ഇതിലേതാണ് ഉത്തരം ശരി?
ഇതിൽ നമുക്ക് ഉത്തരം രാത്രിയും പകലും ഉണ്ടാകുന്നു. രാത്രിയും പകലും ഉണ്ടാകുന്നു. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. ബാലാവകാശങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ചൈൽഡ് ലൈൻ പ്രവർത്തകരുമായി അഭിമുഖം നടത്തുന്നതിനാവശ്യമായ ചോദ്യാവലി തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? ബാലാവകാശങ്ങളെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ബാലാവകാശ നിയമങ്ങൾ, പിന്നെ എന്താണ്, പിന്നെ എങ്ങനെയാണ് കുട്ടികൾക്കത് സഹായകരമാകുന്നത്, ഇനി ബാലവേല എന്ന് പറയുന്നത് നമ്മുടെ ബാലാവകാശങ്ങളെ ലംഘിക്കുന്നതാണോ, അങ്ങനെ നിങ്ങൾക്ക് കുറേ നിങ്ങൾക്ക് അറിയാവുന്ന നമ്മുടെ ഭരണഘടനയിൽ ബാലാവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ചൈൽഡ് ലൈൻ പ്രവർത്തകരുമായിട്ട് എന്തൊക്കെ ബാലാവകാശ നിയമങ്ങളാണുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ, ഒരു 4 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയാൽ മതി. 4 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്, ഉദ്യോഗാർത്ഥികൾ ജാഗ്രത പാലിക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച നിയമം ഏതാണ് എന്നാണ് ചോദിച്ചത്. വിവരാവകാശ നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019, വിവരസാങ്കേതിക വിദ്യാ നിയമം 2000, വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഇതിലേതാണ്? വിവരസാങ്കേതിക വിദ്യാ നിയമം അല്ലേ? ഓൺലൈൻ ജോലി സോഷ്യൽ മീഡിയയുടെയാണ് അല്ലേ? ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനായി ആവിഷ്കരിച്ച നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറി. എന്തുകൊണ്ട്? നിങ്ങളുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? ഒന്ന്, എന്തായിരിക്കും? സ്വദേശി വസ്ത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അത് മാറാൻ കാരണം, പ്രതീകമായി ചർക്ക മാറി ഇല്ലേ? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? ഒന്ന്, എങ്ങനെ എഴുതാം? സ്വദേശി വസ്ത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുക. രണ്ടാമത്തെ എന്താണ്? വിദേശ വസ്ത്ര ബഹിഷ്കരണം. വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക. വിദേശ വസ്ത്ര ബഹിഷ്കരണം. മൂന്നാമത്തെ എന്താണ്? ഖാദി പ്രസ്ഥാനം. ഖാദി വസ്ത്രങ്ങൾ ധരിക്കാൻ. നാലാമത്തെ എന്താണ്? ഖാദി വസ്ത്രധാരണവും ഖാദി തൊപ്പി അണിയലും എന്താണ്? ദേശാഭിമാനത്തിൻ്റെ അടയാളമായി. അപ്പോൾ എന്തൊക്കെയാണ്? ഖാദി വസ്ത്രധാരണവും ഖാദി തൊപ്പി അണിയലും ദേശസ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ദേശാഭിമാനത്തിൻ്റെ അടയാളമായി. അപ്പം എന്തൊക്കെയാണ്? ഒന്ന്, സ്വദേശി വസ്ത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുക. രണ്ടാമത്തത് എന്താണ്? വിദേശ വസ്ത്ര ബഹിഷ്കരണം. മൂന്നാമത്തെ ഖാദി പ്രസ്ഥാനം. 4, ഖാദി വസ്ത്രധാരണവും ഖാദിയെ തൊപ്പി അണിയലും ദേശാഭിമാനത്തിൻ്റെ അടയാളമായി. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്തത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറിയത്. അപ്പോൾ അതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ബി ക്വസ്റ്റ്യൻ, വസ്ത്രനിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകളുമായി നേരിട്ട് ബന്ധമുള്ള ശരിയായ ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ജോഡി ഏതാണ്? എംബ്രോയിഡറി ഡിസൈനിങ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇനി സി ക്വസ്റ്റ്യൻ, സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചു. വസ്ത്രനിർമ്മാണത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം? ഒന്ന്, എന്താണ്? നമ്മുടെ പുതിയ നവീനമായ നെയ്ത്തു യന്ത്രങ്ങളുടെ വികാസം ഉണ്ടായി. നെയ്ത്തു യന്ത്രങ്ങളുടെ
നെയ്ത്തുയന്ത്രങ്ങളുടെ വികാസമുണ്ടായി. പിന്നെ രണ്ടാമത്തത് വസ്ത്രോൽപാദനം വർദ്ധിപ്പിച്ചു. വസ്ത്രോൽപാദനം വർദ്ധിപ്പിച്ചു. മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ ഒരു പോയിന്റ്, ഗുണമേന്മയുള്ളതും വ്യത്യസ്തമാർന്നതുമായ വസ്ത്രങ്ങൾ വന്നു അല്ലേ. ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ. അടുത്തത് നാലാമത്തെ, നിറം നൽകാൻ കൃത്രിമ ചായങ്ങളുടെ ഉപയോഗം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എഴുതുക? സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ വസ്ത്ര നിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചു. അപ്പോൾ വസ്ത്രനിർമ്മാണത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് എന്താണ്? നവീനമായ നെയ്ത്തുയന്ത്രങ്ങളുടെ വികാസമുണ്ടായി. പുതിയ നെയ്ത്തുയന്ത്രങ്ങൾ വന്നു. വസ്ത്രോൽപാദനം വർദ്ധിപ്പിച്ചു. നമ്മുടെ ഡ്രസ്സിൻ്റെ ഉൽപാദനം വർദ്ധിച്ചു. പിന്നെ ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ, അതായത് വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ വന്നു. നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾക്ക് നിറം നൽകാനായിട്ട് സാധിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആ കുറിപ്പിൽ വരേണ്ടത്. ഇനി നാലാമത്തത്, സാമൂഹികമായ അസമത്വം, പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയിൽ തുല്യതയില്ലാത്ത അവസ്ഥ വിവേചനം സൃഷ്ടിക്കുന്നു. നൽകിയിരിക്കുന്നവയിൽ നിന്ന് സാമ്പത്തിക അസമത്വവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ ഏതൊക്കെയായിരിക്കും സാമ്പത്തിക അസമത്വവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്? തൊഴിലില്ലായ്മ, കോളനിവൽക്കരണം, വരുമാനത്തിലെ വ്യത്യാസം, ഗ്രാമനഗര വ്യത്യാസം. ഇത്രയാണ് ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത്. എന്തായിരിക്കും? ഏതാണ്? ഡി ആണ്. 1ഉം 3ഉമാണ് ശരി എന്ന് പറയുന്നത്. തൊഴിലില്ലായ്മ, വരുമാനത്തിലെ വ്യത്യാസം, 1ഉം 3ഉമാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യനിൽ സമൂഹത്തിൽ കുടുംബ വരുമാനത്തിലെ വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ എഴുതുക. അപ്പോൾ സമൂഹത്തിൽ കുടുംബ വരുമാനത്തിലെ വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ എഴുതുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് അല്ലേ. ഒന്നാമത്തത്, ഒന്ന് വരുമാനത്തിലെ വ്യത്യാസം. അത് നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ എടുത്തെഴുതാം അല്ലേ. ഒന്ന് തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസം. പിന്നെ എന്താണ്? വരുമാനം. ബിയുടെ ഉത്തരമാണ് പറയുന്നത്. തൊഴിലിലുള്ള വരുമാനത്തിൽ നിന്നിൻ്റെ വ്യത്യാസം. പിന്നെ വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം. വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം. പിന്നെ അങ്ങനെ അല്ലേ. അപ്പോൾ സമൂഹത്തിലെ കുടുംബ വരുമാനത്തിലെ വ്യത്യാസത്തിൻ്റെ കാര്യങ്ങൾ, ഒന്ന് വരുമാനത്തിലെ വ്യത്യാസം, രണ്ട് വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ, വരുമാനത്തിലെ വ്യത്യാസങ്ങൾ കുടുംബങ്ങളെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു? കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ വരുമാനത്തിലെ വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെയാണ് കുടുംബങ്ങളെ ബാധിക്കുന്നത്? ഒന്ന്, ഉയർന്ന വരുമാനമുള്ളവർക്ക് എന്ത് ചെയ്യാം? ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും. ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും. കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു. പിന്നെയോ കുറഞ്ഞ വരുമാനമുള്ളവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കാതെ വരുന്നു അല്ലേ. കുറഞ്ഞ വരുമാനമുള്ളവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ വരുന്നു. അടുത്തത് എന്താണ്? നമ്മുടെ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു അല്ലേ. സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു അല്ലേ. എല്ലാവർക്കും ഒരേപോലെ അല്ലാത്തതുകൊണ്ട് സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. ഈ രീതിയിലൊക്കെയാണ്
നമ്മളെ ബാധിക്കുന്നത്. സാമ്പത്തിക വ്യത്യാസം അല്ലെങ്കിൽ വരുമാനത്തിലെ വ്യത്യാസം കുടുംബങ്ങളെ ബാധിക്കുന്ന ഒന്ന്, ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു, കുറഞ്ഞ വരുമാനമുള്ളവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ കൂടി നിറവേറ്റാൻ കഴിയാതെ വരുന്നു, സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ പോയിന്റ്സ് ആയിട്ട് എഴുതേണ്ടത്. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ, റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ബോർഡുകളിൽ കാൽനടയാത്ര പാടില്ല എന്ന് സൂചിപ്പിക്കുന്ന അടയാളം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ, നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന്, നിയമനിർമ്മാണ സഭകളാണ് നിയമങ്ങൾ രൂപീകരിക്കുന്നത്. പിന്നെ എന്താണ്? കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും നിയമനിർമ്മാണത്തിന് കാരണമാകുന്നു. അപ്പോൾ ഈ എണ്ണമാണ് എഴുതേണ്ടത്. എന്തൊക്കെയാണ്? നിയമനിർമ്മാണ സഭകളാണ് നിയമങ്ങൾ രൂപീകരിക്കുന്നത്, കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും നിയമനിർമ്മാണത്തിന് കാരണമാകുന്നു. സി ക്വസ്റ്റ്യൻ, നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സമൂഹത്തിൽ എന്തെല്ലാം സംഭവിക്കാം? പട്ടികപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സംഭവിക്കാം? ഒന്ന്, നിയമങ്ങൾ പാലിക്കാതിരുന്നാൽ എന്താണ്? നിയമങ്ങൾ പാലിക്കാതിരുന്നാൽ സമൂഹത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകും, അല്ലേ? സമൂഹത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകും. സമൂഹത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകും. പിന്നെ എന്താണ്? പിന്നെ ഇത്തരം സംഘർഷങ്ങൾ എന്ത് ചെയ്യും? ഇത്തരം സംഘർഷങ്ങൾ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നു. അടുത്തെന്താണ്? വ്യക്തി ജീവിതത്തെ സ്വാധീനിക്കുന്നു. വ്യക്തി ജീവിതത്തെ സ്വാധീനിക്കുന്നു. മൂന്നാമത്തെ, വ്യക്തി ജീവിതത്തെ സ്വാധീനിക്കുന്നു. പിന്നെന്താണ്? അല്ലേ? നിയമലംഘനം പിന്നെന്താണ്? ശിക്ഷാർഹമാണ്, അല്ലേ? നിയമലംഘനം എന്താണ്? ശിക്ഷാർഹമാണ്. അപ്പോൾ നിയമങ്ങൾ പാലിക്കാതെ ഇരുന്നാൽ സമൂഹത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകും. ഇത്തരം സംഘർഷങ്ങൾ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കും. വ്യക്തി ജീവിതത്തെ സ്വാധീനിക്കുന്നു. അതുപോലെ നിയമലംഘനം ശിക്ഷാർഹമാണ്. ഈ കാര്യങ്ങൾ, നിയമങ്ങൾ പാലിക്കപ്പെടാതെ ഇരുന്നാൽ സമൂഹത്തിൽ ഇതൊക്കെ സംഭവിക്കും, അല്ലേ? നിയമം ലംഘിച്ചാൽ എന്ത് ചെയ്യും? നിയമലംഘനം ശിക്ഷാർഹമാണ്. ഇത്തരം കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് 6ാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങളുണ്ട്. 6Aയും Bയും. ഇതിലൊന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. 6ാമത്തെ എ ക്വസ്റ്റ്യൻ, ലോക ജലദിനത്തിൽ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ തയ്യാറാക്കിയ പ്ലക്കാർഡുകളാണ് നൽകിയിരിക്കുന്നത്. മഴവെള്ളം മണ്ണിൻ്റെ സമ്പത്താണ്, മുറ്റത്തെ കോൺക്രീറ്റ് ഒഴിവാക്കാം, കൂടുതൽ ജലസംരക്ഷണ മാർഗങ്ങൾ കണ്ടെത്തി പ്ലക്കാർഡുകൾ തയ്യാറാക്കുക. അപ്പോൾ എന്തൊക്കെ ഇനി എന്ത് ചെയ്യാം? മഴവെള്ള സംഭരണികൾ, അല്ലേ, നിർമ്മിക്കുക എന്നൊക്കെ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 4 പ്ലക്കാർഡ് എഴുതുക, അല്ലേ? അതുപോലെ മരങ്ങൾ മുറിക്കാതിരിക്കുക, മഴവെള്ളം സംരക്ഷിക്കാൻ മഴവെള്ള സംഭരണികൾ നിർമ്മിക്കുക, പുഴകളിലും തോടുകളിൽ നിന്നൊക്കെ എന്താണ്, മലപ്പുഴകളിൽ നിന്ന് മണലൊന്നും വാരാതിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും 4 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ പ്ലക്കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ, നൽകിയിരിക്കുന്നതിൽ ഹരിത കേരളം മിഷൻ നടപ്പാക്കുന്ന ജലസംരക്ഷണ പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്, ഇനി ഞാൻ ഒഴുകട്ടെ. ഹരിത കേരളം മിഷൻ നടപ്പാക്കുന്ന ജലസംരക്ഷണ പദ്ധതി ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ. അല്ലെങ്കിൽ 6ാമത്തേൽ ബി ക്വസ്റ്റ്യൻ ആണ്, നൽകിയിരിക്കുന്ന വിളകളെ അനുയോജ്യമായ തലക്കെട്ടുകൾ നൽകി ക്രമപ്പെടുത്തുക. തെങ്ങ്, തേയില, നെല്ല്, ഏലം, ചേമ്പ്, മരിച്ചീനി, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ തീരപ്രദേശം എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ മലനാട് ഇവിടെ നമ്മൾ എന്ത് എഴുതും? ഏലം. ഇടനാടിൻ്റെ അവിടെ നമ്മൾ എന്ത് എഴുതും? മരച്ചീനി. തീരപ്രദേശത്ത് ഏതൊക്കെയാണ്? നെൽകൃഷി, നെൽകൃഷി, പിന്നെ നെല്ല്, പിന്നെ തെങ്ങ്. നെല്ല്, തെങ്ങ്.
ഇത്രയാണ് എഴുതേണ്ടത്. ബി ക്വസ്റ്റ്യൻ, എല്ലാ വിളകളും എല്ലാ ഭൂപ്രകൃതി വിഭാഗങ്ങളും കൃഷി ചെയ്യുന്നില്ല, എന്തുകൊണ്ട്? കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓരോ പ്രദേശത്തെയും എങ്ങനെ എഴുതാം? ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവ കൃഷിയെ സ്വാധീനിക്കുന്നു. അതിനാൽ എന്താണ്? എല്ലാ വിളകളും എല്ലാ ഭൂപ്രകൃതിയിലും കൃഷി ചെയ്യാൻ സാധിക്കില്ല. അപ്പം എന്തൊക്കെ എഴുതേണ്ടത്? ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവ കൃഷിയെ സ്വാധീനിക്കുന്നു. അതിനാൽ എല്ലാ വിളകളും എല്ലാ ഭൂപ്രകൃതിയിലും കൃഷി ചെയ്യാൻ സാധിക്കില്ല. ഇത്രയാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നിങ്ങൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.